ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. സദേൺ സ്കൈസ് ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ സദേൺ സ്കൈസ് എയറോഡൈനാമിക്സ് എന്ന സ്ഥാപനത്തിനാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിച്ചതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഈ അഡ്വഞ്ചർ ടൂറിസം ഒക്കെ അത്രയധികം പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു വീഴ്ച സംഭവിക്കുക എന്നത് വലിയൊരു കുറ്റമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചത്? നിലവിൽ എന്താണ് സാഹചര്യം? തീർച്ചയായും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ സ്വകാര്യ സ്ഥാപനം സ്വീകരിച്ചില്ല എന്ന് തന്നെ വലിയൊരു വീഴ്ചയാണ്. എന്തായാലും സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ ഇവിടെ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകളില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ സദേൺ സ്കൈസ് എയറോഡൈനാമിക് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായ രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രോജൻ, പ്രവീൺ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ശേഷം ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ കുട്ടികളടക്കമുള്ളവരുടെ സംഘം ഇവിടെ ഇതിൽ കുടുങ്ങുകയായിരുന്നു. ഈ വിനോദസഞ്ചാരികളും ഒപ്പം സ്ഥാപനത്തിലെ ജീവനക്കാരിയും ഉണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഇവർ ഈ ക്രെയിനിൽ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാബിൽ കുടുങ്ങിയൊരവസ്ഥയിലായിരുന്നു. ഈ ക്യാബിന്റെ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്നാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കൃത്യമായി ഇടപെടൽ നടത്താൻ സ്ഥാപനത്തിന് സാധിച്ചില്ല. ഈ കുടുങ്ങിയ സഞ്ചാരികളെ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതായത് ക്യാബിന്റെ ഉണ്ടായ തകരാറുകൾ പരിഹരിക്കുന്നതിനോ ഉടൻ തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കാനോ സാധിച്ചില്ല. ഒപ്പം ഇവർ ഫയർഫോഴ്സിൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ, പോലീസിലോ ഫയർഫോഴ്സിലോ ഒന്നും വിവരങ്ങൾ കൈമാറിയുമില്ല. അവർക്ക് രക്ഷാപ്രവർത്തനം വേഗത്തിൽ എത്തിക്കാനുള്ള സാധ്യതകൾ അവർ ഒരുക്കിയതുമില്ല. മറ്റു മാർഗങ്ങളിലൂടെ, അതായത് ജില്ലാ കളക്ടർ അറിയിച്ചതനുസരിച്ചാണ് മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഏകദേശം 2 മണിക്കൂറോളം സമയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. മൂന്നാറിൽ നിന്നും അധികം ദൂരമല്ലാത്തൊരു പ്രദേശമാണ് ആനച്ചാൽ. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്ന ഉടനെ തകരാറുകൾ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവർക്ക് ഈ വിവരങ്ങൾ പോലീസിനെ ഫയർഫോഴ്സിനെ ഒക്കെ കൈമാറാനായിരുന്നു. എന്നാൽ അവർ തയ്യാറായില്ല. അത് വലിയ ഗുരുതരമായ ഒരു ക്രമക്കേടാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെയും നടത്തിപ്പുകാർക്കെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനുശ്രീ, പ്രിൻസ്, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു സുരക്ഷാ വീഴ്ചയല്ലേ? ഇത്രയും ഉയരത്തിൽ സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ കയറ്റിവിടുമ്പോൾ അവർ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും അവർ ചെയ്തില്ല. അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയില്ല. ഇത് സുരക്ഷിതമാണോ എന്ന് നോക്കിയില്ല. അങ്ങനെ നിരവധി തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്താണ് ഇതിനൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അനുശ്രീ, ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഇവർ ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് കൃത്യമായി കാര്യക്ഷമമായി അതേ സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇവർ അറിയിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല എന്നത് മാത്രമല്ല, ഇവർ കൃത്യമായി ഈ ഒരു അപകടമൊക്കെ നടക്കുക സാധാരണഗതിയാണ്. അതായത് സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടാവാം, അതിനുള്ള ക്രമീകരണങ്ങൾ, അത് പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവണം. എന്നാൽ അത് സാധിക്കാതെ വരുന്ന സമയത്തെങ്കിലും ഇവർ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കും. പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങളുടെ ഫയർഫോഴ്സ് സംഘത്തിന്റെ പോലീസിലേക്ക് വിവരം അറിയിക്കുക ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി ഇവർക്കുണ്ട്. അത് ഇവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇവരെ
പുറത്തിറക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിക്കുകയും ഒപ്പം ഇതിന്റെ തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം ഫയർഫോഴ്സ് സംഘത്തിനെയും ഒക്കെ വിവരം അറിയിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇതിന് ഇവർ തയ്യാറായില്ല. ഫയർഫോഴ്സിനെയോ പോലീസിനെയോ വിവരം അറിയിച്ചില്ല. മറ്റു മാർഗങ്ങളിലൂടെ ജില്ലാ കളക്ടർ അറിയുകയും ഈ വിവരം ഫയർഫോഴ്സിന് കൈമാറുകയുമായിരുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സ് സംഘം മൂന്നാറിൽ നിന്ന് ആനച്ചാലിലെത്തിയത്. ഇതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനും സാധിച്ചില്ല. ഇവർ പരിഹരിക്കാൻ ശ്രമിച്ചതെങ്കിൽ പോലും കൃത്യമായി ആ സമയത്തിനുള്ളിൽ പരിഹരിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അനുശ്രീ പ്രിൻസ്, അതുപോലെ ഇവർ എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടമുണ്ടായ സമയത്ത് തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചില്ല എന്നുള്ളത് അവിടെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ല അവർ മുൻകൂട്ടി ഇവരെ അറിയിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഒരു അപകടം സംഭവിച്ച സാഹചര്യത്തിൽ തന്നെ ഫയർഫോഴ്സിനെയോ പോലീസിനെയോ അറിയിക്കാതിരുന്നിട്ടുണ്ടാവുക. തീർച്ചയായും അത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു അപകടം നടന്ന ഉടനെ അത് കൃത്യമായി അധികൃതരെ അറിയിക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഫയർഫോഴ്സിനെ ഈ ഒരു അപകടത്തിൽ നിന്ന് ഇവരെ സുരക്ഷിതരായി താഴെ ഇറക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അറിയിക്കണം. വിനോദസഞ്ചാരികളാണ്, കുട്ടികളടക്കമുള്ളവരുണ്ട്, ഒപ്പം അവരുടെ ജീവനക്കാരിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലതാമസം കൂടാതെ സമയനഷ്ടവും കൂടാതെ കുട്ടികൾ ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും വളരെ നേരം ഈ 2 മണിക്കൂറിലോളം ഇവർ ഈ ട്രെയിനിൽ ഇങ്ങനെ ഈ ക്യാബിൽ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികൾ പരിഭ്രാന്തരാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സംഭവം നടന്ന് ഇത് മനസ്സിലാക്കിയ സമയത്ത്, അതായത് ക്യാബിനില് തകരാറുകളുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത്, സെൻസറിങ് കംപ്ലൈന്റ് ഉണ്ടെന്ന് ഇവർക്ക് കണ്ടെത്തിയ സമയത്ത് തന്നെ ഇവർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും അവരുടെ സഹായം തിരികെ ചെയ്യണമായിരുന്നു. അതിന് അവർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനും സാധിച്ചില്ല. ഇവർ അതിന് ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സെൻസറിങ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രതിസന്ധി എന്താണെന്ന് ഇവർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് അധികൃതരെ അറിയിച്ചില്ല. അത് കൃത്യമായി ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കാതിരുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചത്. പ്രിൻസ്, ഈ ആകാശ ഭക്ഷണശാല പോലുള്ള അഡ്വഞ്ചർ ടൂറിസം അതിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ കുട്ടികളടക്കമുള്ള ആളുകളെ വളരെ പണിപ്പെട്ട് ഫയർഫോഴ്സ് സംഘം താഴെ ഇറക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് വിനോദസഞ്ചാര മേഖലയെ കൂടി വളരെയധികം നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ? അനുശ്രീ, തീർച്ചയായും ഇത്തരത്തിലുള്ള ആകാശ ഭക്ഷണശാല എന്നുള്ള ഒരു സംവിധാനം മൂന്നാർ മേഖലയിൽ ആദ്യമായുള്ള ഒരു സംവിധാനമാണ് ഇത്. എന്നാൽ അതോടനുബന്ധമായി പലവിധ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ രാമക്കൽമേട്, തേക്കടി, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ നൂതനമായ വിനോദസഞ്ചാര ആക്ടിവിറ്റികൾ എത്തുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടെ വിവിധ കാര്യങ്ങൾ ഇത്തരത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം സ്വകാര്യ നിക്ഷേപകരുടെ ഭാഗത്തുനിന്നും നിരവധി ഇത്തരം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്കും വലിയ തോതിൽ സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ചുമതല ഇതിന്റെ നടത്തിപ്പുകാരാണ്. പല സാഹചര്യങ്ങളും ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിനായി ഇത്തരത്തിൽ ആകാശ ഡൈനിങ് സംവിധാനത്തിലുണ്ടായ പാളിച്ച എന്നുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ ജീപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഒപ്പം മറ്റ് ട്രക്കിംഗ് ക്യാമ്പിംഗ് സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല രീതിയിലുള്ള പ്രതിസന്ധികൾ പല സമയത്തും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവരൊന്നും കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികളെ സംബന്ധിച്ച് അധികൃതമായി പങ്കുവയ്ക്കാറില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കൃത്യമായി ഇവർക്ക് ഒരു മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ പോലും ചിലപ്പോൾ അധികൃതർക്കും സാധിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. അനുശ്രീ, ശരി, പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അഡ്വഞ്ചർ ടൂറിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ അത്രത്തോളം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണിത്. വിനോദസഞ്ചാരികളൊക്കെ അഡ്വഞ്ചർ ടൂറിസം തേടി ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഇടുക്കിയിൽ തന്നെ ഉണ്ടാകുന്നത്. ഇത് വിനോദസഞ്ചാര മേഖലയെ തന്നെ വളരെ നെഗറ്റീവായി ബാധിക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. പ്രിൻസ് ജെയിംസ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്.